അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷിയായി ഈ അൾത്താരയിൽ നിൽക്കാൻ അനുവദിച്ചതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് രമ്യ, ഇതെൻ്റെ അനിയത്തി. ഞങ്ങൾ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ 2024 ഏപ്രിൽ 24 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് നേരത്തെ തന്നെ കൃപാസനത്തെക്കുറിച്ച് അറിയാമായിരുന്നു. പക്ഷേ എനിക്ക് കൃപാസനത്തിൽ വരാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് ബസ് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കരമായ ഛർദിലും തലചുറ്റലും ഒക്കെ ആയിരുന്നു. അന്നേരം ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, ഒരിക്കലെങ്കിലും കൃപാസനത്തിൽ വന്ന് അമ്മയെ കാണാനുള്ള കൃപ തരണേന്ന്. അങ്ങനെ എൻ്റെ അനിയത്തി എന്നോട് പറയാൻ തുടങ്ങി, നമുക്ക് കൃപാസനത്തിൽ വരാമെന്ന്. അങ്ങനെ ഞാൻ എവിടെ പോയാലും ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടായിരുന്നു യാത്ര പോകുന്നത്. അപ്പം കൃപാസനത്തിൽ വരുന്നത് ആദ്യമായിട്ട് വരുമ്പോഴും ഞാൻ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടാണ് വന്നത്. രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വന്നപ്പോഴും ടാബ്ലറ്റ് വാങ്ങി വെച്ച്, പക്ഷേ ഞാൻ കഴിക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ ബസ്സിലിരുന്നപ്പോഴാണ് ഓർത്തത് ടാബ്ലറ്റ് കഴിച്ചില്ലല്ലോ എന്നും. എങ്കിലും ഞാൻ ഒരു കുഴപ്പവും കൂടാതെ 2.5 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ കൃപാസനത്തിൽ വരികയും തിരിച്ചു പോവുകയും ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കൃപാസനത്തിൽ വരുന്നത് ഒരു ടാബ്ലറ്റും കഴിക്കാതെയാണ്. മാതാവ് എൻ്റെ ഛർദിലും തലചുറ്റലും എല്ലാം മാറ്റി തന്ന് എവിടെ ഇപ്പോൾ യാത്ര പോയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് എനിക്ക് ഒരു 1.5 വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രാത്രിയിലാകുമ്പം വയറുവേദന വരുമായിരുന്നു. വയറുവേദന വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങ് ഛർദിലാകും. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞ് ഗ്യാസിൻ്റെ ആ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ്. പക്ഷേ എന്നിട്ടും എനിക്കിങ്ങനെ 1.5 മാസം കൂടുമ്പോൾ 1 മാസം 1.5 മാസം കൂടുമ്പോൾ ഇങ്ങനെ വയറുവേദന വരും. അപ്പോൾ ഒരിക്കൽ രാത്രിയിൽ ഞാൻ കൃപാസനം തേനെടുത്ത് കുടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തേനെടുത്ത് കുടിച്ചിട്ട് ഉറങ്ങാൻ കിടന്നപ്പം എനിക്കങ്ങ് ഭയങ്കരമായ വയറുവേദന വന്നിട്ട് പക്ഷേ എപ്പോഴും എനിക്ക് വയറുവേദന വരുമ്പോൾ ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഛർദ്ദിച്ചില്ല. ഭയങ്കര വയറുവേദന വന്നിട്ട് ആ നിമിഷം തന്നെ ആ വയറുവേദന എനിക്ക് മാറി. പിന്നെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വഴിയെന്ന് പറയുന്നത് തൊട്ടടുത്ത വീട്ടുകാരുടെ വസ്തു കൂടെ ആയിരുന്നു ഞങ്ങളുടെ വഴി. അപ്പോൾ അതിലെ വേണം ഞങ്ങൾ റോഡിലോട്ട് പോകാൻ. അപ്പം മഴ സമയമാകുമ്പോൾ അവിടെ മൊത്തം വെള്ളം കെട്ടി കിടക്കും. ഞങ്ങൾക്കാണെങ്കിൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പോകുന്നതിന് പ്രശ്നമില്ല, 2 വീലറിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മോള് സ്കൂളിൽ പോകുമ്പോഴും ഞങ്ങൾ പള്ളിയിലോട്ട് പോകാൻ പോകുമ്പോഴും എല്ലാം മോടെ സോക്സ് എല്ലാം നനഞ്ഞിട്ടും ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ പാൻസും കാലും എല്ലാം ഈ അഴുക്കും ചെളിവെള്ളമൊക്കെ ചവിട്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത്. ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല പള്ളിയിലോട്ട് പോകാനായിട്ട്. അപ്പം മാതാവിൻ്റെ അടുത്ത് ഞാനാണെങ്കിൽ എപ്പോഴും അവിടെ ഉപ്പിട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിൻ്റെ അടുത്ത് ഞാനിവിടെ ഉടമ്പടി 2024 നവംബറിൽ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് നിയോഗത്തിൽ വെച്ച്, മാതാവെ അടുത്ത പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വഴി ക്ലിയർ ആക്കി തരുന്നേന്ന്. അപ്പോൾ ആ വീട്ടുകാർ അതിന് മുമ്പ് ആ വഴി ഞങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷേ ആ വീട്ടുകാർ വന്നിട്ട് ഞാൻ ഉടമ്പടി നിയോഗം വെച്ചതിന് ശേഷം ഒരു 1.5 മാസം കഴിഞ്ഞ് അവർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ്, നിങ്ങളുടെ വഴി ഞങ്ങൾ മണ്ണിട്ട് നികത്തി തരാം. എന്നിട്ട് അവർ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് തൊട്ട് റോഡ് വരെ മണ്ണിട്ട് നികത്തി ഞങ്ങൾക്ക് വഴി ക്ലിയർ ആക്കി തന്നു. പിന്നെ എൻ്റെ അനിയത്തിക്ക് നേരത്തെ തൈറോയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ തൈറോയ്ഡ് ക്യാൻസർ ആയിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തായിരുന്നു. അതിനുശേഷം വീണ്ടും അവൾക്ക് ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ സ്കാൻ ചെയ്യുമായിരുന്നു. അപ്പം സ്കാൻ ചെയ്തപ്പം അവിടെ നേഴ്സുമാർ പറഞ്ഞ് ചെറിയൊരു പ്രശ്നമുണ്ട്, വീണ്ടും മുഴയുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ അവൾക്ക് വേണ്ടി 7 ദിവസം ഉപവാസം എടുത്ത് പ്രതിഷേധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച്, ഞാനും അവളും അവൾക്ക് വേണ്ടി എൻ്റെ കഴുത്തിലും ഞാൻ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു, അനിയത്തിയും തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പം സൗമ്യയ്ക്ക് വേണ്ടി, സൗമ്യ എന്നാണ് അനിയത്തിൻ്റെ പേര്, സൗമ്യയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കഴുത്തിലും കൈവച്ച് പ്രാർത്ഥിച്ച്, സൗമ്യ അതുകണക്ക് കൈവച്ച് കഴുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക. അപ്പം അച്ഛൻ പറഞ്ഞ് തൈറോയ്ഡ് രോഗികളെ സുഖപ്പെടുത്തുന്നെന്ന് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞ്. അപ്പം സൗമ്യയുടെ കൈ ഇങ്ങനെ കഴുത്തി വെച്ചിരുന്ന കൈ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് താഴോട്ടായത് കണക്ക് സൗമ്യയ്ക്ക് തോന്നി. അപ്പോൾ സൗമ്യയ്ക്ക് മനസ്സിലായി മാതാവ് ഇടപെട്ടയാണെന്ന്. സൗമ്യ ബൈബിൾ എടുത്ത് വെച്ച് വായിച്ചു. അപ്പോൾ ബൈബിൾ എടുത്ത് വായിച്ചപ്പം അവൾക്ക് ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വാക്യമാണ് കിട്ടിയത്, അത് സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകുന്നെന്ന്. അപ്പോൾ സൗമ്യയ്ക്ക് അത് മനസ്സിലായി മാതാവ് സൗഖ്യം നൽകിയതാണെന്ന്. പിന്നീട് അതിനുശേഷം റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞ് അത് മുഴയല്ല കഴയാണെന്ന്. അങ്ങനെ മാതാവ് മുഴ കഴയാക്കി തന്ന് സൗഖ്യം നൽകി അനിയത്തിയെ അനുഗ്രഹിച്ച്. അതിനുശേഷം ഇവിടെ എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ പറയും, മാതാവ് കൂടെ വന്നു എന്ന് പറയും. അപ്പം മാതാവിനോട് പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും മാതാവ് പ്രാർത്ഥന കേൾക്കുക എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ മാതാവ് എങ്ങനെയാണ് കൂടെ വരുന്നതെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനിങ്ങനെ 2 വീലറിൽ പോകുമ്പോൾ ഒരു വണ്ടിയിൽ ഒരു 2 വീലറിൽ ചെന്ന് എൻ്റെ വണ്ടി തട്ടി ആ 2 വീലറിലുള്ള വ്യക്തി മറിഞ്ഞ് വീഴുകയും ഹെൽമെറ്റും എല്ലാം വീഴുകയും വണ്ടിയായിട്ട് വീഴുകയും ചെയ്തു.
പക്ഷേ എൻ്റെ വണ്ടി ഒന്ന് അനങ്ങിയതായിട്ട് പോലും എനിക്ക് തോന്നിയില്ല. ഞാൻ വീട്ടിൽ വന്ന് ഹസ്ബൻഡിൻ്റെ അടുത്തും അനിയത്തിൻ്റെ അടുത്തും എല്ലാം പറഞ്ഞപ്പോൾ അവർ ചോദിച്ച് നീ വീണില്ലയോ? ഞാൻ പറഞ്ഞു ഇല്ല വീണില്ല, എനിക്ക് അങ്ങനെ ഇടിച്ചതായിട്ട് പോലും എനിക്ക് തോന്നിയില്ല. അങ്ങനെ മാതാവിൻ്റെ സംരക്ഷണം അമ്മ എനിക്ക് നൽകി അനുഗ്രഹിച്ചു. അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കോടാനുകോടി നന്ദി. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ പത്രം ഞാൻ ഹോസ്പിറ്റലിൽ കൊടുക്കും, വീടുകളിൽ കൊടുക്കും, കുരിശടികളിൽ കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്ത് 4 പേര് കൂടി ഒരു അനാഥാലയത്തിൽ 60 പേർക്ക് ഫുഡ് ഞങ്ങൾ തന്നെ വെച്ച് എല്ലാ മാസവും ഫുഡ് കൊടുക്കാറുണ്ട്. അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി. പ്രഭാഷകൻ 39:22 കർത്താവിൻ്റെ അനുഗ്രഹം നദിയെന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു, വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു. രമ്യ എന്ന ഈ സഹോദരി കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്ക് ലഭിച്ച സൗഖ്യാനുഭവങ്ങളെ അമ്മയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടിയുടെ ഓരോ നൃത്തവസ്തുവും വിശ്വാസത്തോടെ പ്രയോഗിക്കുമ്പോൾ നമുക്കത് ദൈവശക്തിയുടെയും ദൈവിക ഔഷധത്തിൻ്റെയും ഫലം നമ്മുടെ ജീവിതത്തിൽ കൈമാറുന്നു. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ കൂടുകയും ആ ആരാധനാ സമയത്ത് അച്ഛനോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതെങ്കിൽ അച്ഛൻ്റെ ആശീർവാദം നമുക്ക് അനുഗ്രഹത്തിനും സൗഖ്യത്തിനും കാരണമാകുന്നു. ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ച സാക്ഷ്യങ്ങൾ, 1 ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും 2 അച്ഛൻ്റെ ആശീർവാദ സമയത്ത് അച്ഛൻ പ്രാർത്ഥിക്കുന്നതിനൊപ്പം ചേർന്നുകൊണ്ട് അമ്മ മാതാവും ഈശോയും ആ നിമിഷങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജീവിതത്തെ സഹായിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിൽ അവരെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവശക്തിയാൽ ലഭിച്ച അനുഗ്രഹങ്ങളെയുമാണ്. ഉടമ്പടി നമ്മളെ എപ്പോഴും നിരന്തരം അമ്മ മാതാവിനോടും ഈശോയോടും ബന്ധമുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കുന്നു. അത് നിരന്തരം ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളവരായി നമ്മളെ നിലനിർത്തുകയും ചെയ്യുന്നു. നമ്മൾ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും ഓരോ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുമ്പോഴും ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൈവത്തിലേക്ക് നമ്മുടെ മനസ്സുയർത്തുന്നു, ആത്മാവ് ഉയർത്തുന്നു, നമ്മുടെ വിചാരങ്ങൾ കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടൽ, സ്വാധീനം, ശക്തി, സാന്നിധ്യം അതിനുവേണ്ടി നമ്മളെ തന്നെ നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം നമുക്ക് അമ്മ മാതാവും ഈശോയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിരന്തരം സജീവമായി നിലനിർത്തുവാൻ സാധിക്കുമോ, അത് നമ്മളെ തന്നെ അതിൻ്റെ കുറവുകളിൽ നിന്ന് കരകയറ്റുകയും ദൈവവരപ്രസാദം നിറച്ചു നൽകുകയും ദൈവശക്തിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. സഹോദരി പറയുന്നുണ്ട്, അമ്മ മാതാവിൻ്റെ സംരക്ഷണം ഒന്നുകൊണ്ട് മാത്രം ഒരു അപകടത്തിൽ യാതൊരു പോറലുമേൽക്കാതെ തന്നെ കാത്തുകൊണ്ട കാര്യം. ഉടമ്പടി അത്യധികമായി ഒരു ദൈവിക സംരക്ഷണത്തിൻ്റെ പദ്ധതിയാണ്. ഉടമ്പടി അമ്മ മാതാവിനോടും ഈശോയോടും ചേർന്ന് ഹൃദയശുദ്ധിയിൽ നിത്യതയിലേക്ക് യാത്ര ചെയ്യുവാൻ നമ്മളെ ഓരോ ദിവസവും ഒരുക്കുന്ന ദൈവിക പദ്ധതിയാണ്. ഉടമ്പടി നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശ മേഖലയിലും കാനായിലെ വിവാഹ വിരുന്നിലെ കുറവിനെ തീർത്ത അതേ അമ്മയുടെ മാധ്യസ്ഥം നമുക്കും നൽകിക്കൊണ്ട് ഭൗതിക ജീവിതത്തിൻ്റെ ക്ലേശാവസ്ഥകളെ തരണം ചെയ്യുവാൻ ഈശോ ഇടപെടുന്ന ദൈവിക പദ്ധതിയാണ്. നമുക്ക് വിശ്വാസത്തോടെ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് ഉടമ്പടിയിലൂടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. അമ്മ അത് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതങ്ങൾ സുരക്ഷിതമാക്കും, സമാധാനപൂർണ്ണമാക്കും. ആവശ്യമായ അനുഗ്രഹങ്ങൾ ഭൗതിക ജീവിതത്തിൽ നൽകിക്കൊണ്ട് നമ്മുടെ ആത്മാവിനെ ഈശോയ്ക്ക് മാത്രം കൊടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെടും. അതിന് നമ്മൾ തയ്യാറാവുക. ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മയ്ക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.